നമസ്കാരം. പൊതുവേദിയിലേക്ക് സ്വാഗതം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനിടെയാണ് 42 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നിരിക്കുന്നത്. ഫലം പുറത്തു വന്നപ്പോൾ നേട്ടം LDF-നാണ്. 2021-ൽ LDF 19 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 24 മാറ്റിയിരിക്കുന്നു. UDF-ന്റേത് 16-ൽ നിന്ന് 12-ലേക്ക് കുറയുകയും ചെയ്തു. അതേസമയം ഈ മുന്നേറ്റത്തിനിടയിലും തൃപ്പൂണിത്തുറ നഗരസഭയിലെ 2 സീറ്റുകൾ BJP പിടിച്ചെടുത്തത് LDF-ന് ക്ഷീണമായി മാറിയിട്ടുമുണ്ട്. പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ഉപതെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന എന്ത്? പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0471354200. വാട്സപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദ് എന്ന പ്രേക്ഷകരിലേക്ക് പോകാം. സ്വാഗതം മുഹമ്മദ്. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, തൃക്കാക്കര തെരഞ്ഞെടുപ്പ്. ആ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് നമ്മൾ കാതോർത്തിരിക്കുമ്പോഴാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം പുറത്തു വന്നിരിക്കുന്നത്. അവിടെ തീർച്ചയായും 42 ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഫലം പുറത്തു വന്നപ്പോൾ 24 എണ്ണത്തിൽ LDF വിജയിച്ച് നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ 2021-നേക്കാൾ നേട്ടം LDF ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ അല്പസമയം മുമ്പ് പ്രസ്താവനയിൽ പറഞ്ഞത്. ഇത് വലിയ നേട്ടമായി കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫലം നൽകുന്നൊരു സൂചന, പ്രത്യേകിച്ചും മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഫലം നൽകുന്ന സൂചന എന്ത്? സർക്കാരിൻ്റെ ഒരു നേട്ടമായി കാണാമോ? ശ്രീ മുഹമ്മദ്, കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ. നമസ്കാരം. പറഞ്ഞോളൂ. ഈ തൃപ്പൂണിത്തുറ 2 വാർഡ് കേൾക്കുന്നുണ്ട്. തൃപ്പൂണിത്തുറ 2 വാർഡ്, അത് 2 വാർഡിൽ കുറഞ്ഞ വോട്ടിന് അവർ ജയിച്ചു എന്നുള്ളതാണ് ഇപ്പോ പറഞ്ഞുകൊണ്ട് വരുന്നത്. തൃപ്പൂണിത്തുറ വാർഡ് അപ്പോ 24 സീറ്റ് LDF-ന് കിട്ടി. അതില് കാര്യത്തിലേക്ക്, പോയിന്റ്സിലേക്ക് സമയമില്ല നമുക്ക്. അതെ, പറഞ്ഞത് ഈ കണക്ക് വെച്ചിട്ട് ഈ നമ്മുടെ ഇപ്പത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വിലയിരുത്താൻ പറ്റുകയില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഈ 42 വാർഡിലെ ഫലം അടിസ്ഥാനമാക്കി ഒരു വിലയിരുത്തൽ അസാധ്യമല്ല എന്നുള്ളതാണ് താങ്കളുടെ നിലപാട്. നന്ദി താങ്കളുടെ വിലയിരുത്തലിന്. കൊല്ലത്ത് നിന്ന് മധു എന്ന പ്രേക്ഷകൻ. മധു, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ ഫലം പുറത്തു വന്നു. അപ്പോൾ അവിടെ LDF-ന് നേട്ടമുണ്ടാക്കി. പക്ഷെ അത് ഏത് തരത്തിൽ നമുക്ക് വിലയിരുത്തപ്പെടാം? ഇത് തൃക്കാക്കരയിലെ ഫലത്തിലേക്കുള്ളൊരു സൂചനയായി കാണുന്നുണ്ടോ? ഇല്ല സാറേ, അത് ഒരിക്കലും ഈ ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയവും പരാജയവും ഒന്നും ഒരു സൂചന അല്ല. മധു, കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി TV-യുടെ ശബ്ദം കുറച്ചതിന് ശേഷം സംസാരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമായി കാര്യങ്ങൾ പറയാൻ കഴിയൂ. മധു, കേൾക്കുന്നുണ്ടോ? മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് എന്ന പ്രേക്ഷകൻ. ശ്രീ രാജീവ്, ഏത് തരത്തിലാണ് ഈ ഫലത്തെ കാണുന്നത്? ഞാൻ ഈ ഫലത്തെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന ഇതുമായിട്ട് വരാൻ പോകുന്ന ഇലക്ഷൻ യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ഒരു ഇലക്ഷൻ നടക്കുന്നു, കുറച്ച് വിജയങ്ങൾ LDF-ന് ഉണ്ടാകുന്നു, കുറച്ച് BJP-ക്ക് ഉണ്ടാകുന്നു, കുറച്ച് തകർച്ച കോൺഗ്രസിന് ഉണ്ടാകുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തൃക്കാക്കരയുടെ ഇലക്ഷന്റെ വിജയം നമുക്ക് 2020-യെ ആശ്രയിച്ചിരിക്കും. അവരെങ്ങോട്ട് മാറുന്നു അതിനനുസരിച്ചിരിക്കും അവിടുത്തെ ജയവും പരാജയവും. 2020 LDF-ന്റെ കൂടെ നിൽക്കുകയാണ്, LDF ജയിക്കും. അവര് കോൺഗ്രസിന്റെ കൂടെ നിൽക്കുകയാണ്. ശ്രീ രാജീവ്, ഇവിടെ വേറെ കാര്യമുണ്ട്. ഈ കേരളയിലെ അടക്കം സിൽവർ ലൈൻ അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴാണ് LDF നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇല്ല, അത് ഈ ഇലക്ഷനോട്ട് സാറേ ഒരു ബന്ധവും വരത്തില്ല. ഒരു ബന്ധവും വരാൻ പോകുന്നില്ല. കാരണം ഈ ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വേറെ തരത്തിലേക്കുള്ള ഒരു സംഭവങ്ങളാണ്. അപ്പൊ അത് ആ പ്രദേശത്തുണ്ടാകുന്ന ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിനെ പോലെ ആവത്തില്ല. ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 2020 ഒക്കെ ഒരു നിർണായക ശക്തിയാണ്. സാബു ഒക്കെ എങ്ങോട്ടാണ് ചിന്തിക്കുന്നത്? സാബുവിനെ സംബന്ധിച്ച് സാബുവിന്റെ കൂടെ ഉള്ളവര് പുള്ളി എന്താ പറയുന്നത് അതങ്ങ് ചെയ്യത്തേ ഉള്ളൂ, അല്ല തിരിഞ്ഞ് ചിന്തിക്കുന്നവരൊന്നുമല്ല. നന്ദി ശ്രീ രാജീവ്, പ്രതികരണത്തിന് നന്ദി. കണ്ണൂരിൽ നിന്നും ധനേഷ് എന്ന പ്രേക്ഷകനിലേക്ക്. ധനേഷ്, 2021-ൽ നിന്ന് ഇപ്പോൾ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ ഈ ഫലം പുറത്തു വരുമ്പോൾ
ഉണ്ടാകുന്ന ഒരു നേട്ടത്തെക്കുറിച്ച് അത് വലിയൊരു നേട്ടമായി മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. LDFിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളും ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലത്തെ വലിയ തോതിലാണ് വിലയിരുത്തുന്നതും വലിയ സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നതും. അത് ഭരണത്തിൻ്റെ വിലയിരുത്തലായി പറയുന്നു, വികസനത്തിൻ്റെ നേട്ടമായി പറയുന്നു. അതെല്ലാം ചിന്തിച്ചുകൊണ്ടാണ് ജനങ്ങളിപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. അത് ഇനിയും ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പോൾ അത് ഇപ്പോൾ ഈ വന്നിരിക്കുന്നൊരു ഫലം ഒരു സൂചനയായി കാണുന്നുണ്ടോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ദയവായി ടി വിയിൽ ശ്രദ്ധിക്കാത്ത പ്രേക്ഷകർ മറ്റൊരു പ്രേക്ഷകരിലേക്ക് പോകാം. ചെന്നൈയിൽ നിന്നും പ്രേം. എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? താങ്കളുടെ ഒരു പ്രതികരണം ഏത് തരത്തിലാണ്? ഈ തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറഞ്ഞാൽ വികസന വിരോധികളും വികസനം ആഗ്രഹിക്കുന്നതും തമ്മിലുള്ള ഒരു പോരാട്ടം നടന്നിട്ടുള്ളത്. അതിൽ വികസനം ആഗ്രഹിക്കുന്നവർ വിജയിച്ചു എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് തന്നെയാണ് തൃക്കാക്കരയിൽ സംഭവിക്കാൻ പോകുന്നത്. അവിടെ ഒരു മഹത്തായ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവിടെ ഒരു നല്ലൊരു മഹത്തായ വിജയം കൈവരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇന്ന് ഊതി കുറിപ്പിച്ച കേരളത്തിനെതിരായിട്ടുള്ള സമരം കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി സാധിക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തൃപ്പൂണിത്തറയുടെ ഫലം ശ്രദ്ധിച്ചിരുന്നോ? തൃപ്പൂണിത്തറയിൽ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണം തന്നെയാണ് ഈ തൃപ്പൂണിത്തറ നഗരസഭയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFിന് സീറ്റുകൾ നഷ്ടമായി. അവിടെ BJP ജയിച്ചു. BJPയും കോൺഗ്രസും തമ്മിലുള്ള ധാരണ എന്നുള്ളത് വളരെ വ്യക്തമല്ല. 70 വോട്ടല്ലേ അവിടെ കോൺഗ്രസിന് കിട്ടിയിരുന്നത്. കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി? BJPക്ക് മറച്ചു വിറ്റു എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ലേ. മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ളത് അവിടെയും BJPയുടെ വോട്ട് കോൺഗ്രസിൽ മറച്ചു വിട്ടിട്ട് പോലും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് ഒരു ചർച്ചയും കേരളത്തിൽ ഇല്ല എന്ന് തന്നെ തെളിഞ്ഞു കഴിഞ്ഞിരിക്കല്ലേ. ശരി, ഓക്കെ, നന്ദി ശ്രീ പേമൻ പ്രതികരണത്തിന്. കോതമംഗലത്ത് നിന്ന് ശ്രീജിത്ത്, ഈ ഫലം സർക്കാരിൻ്റെ ഒരു നേട്ടമായി താങ്കൾ കാണുന്നുണ്ടോ? എന്തെങ്കിലും സൂചനയാണോ ഈ ഫലം? തീർച്ചയായിട്ടും കേരളത്തിൽ അനുകൂലമായിട്ടുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നത് അത്തരത്തിലുള്ള വിധിയാണ്. തീർച്ചയായിട്ടും LDF വൻ മുന്നേറ്റമല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇപ്പോൾ തൃക്കാക്കരയിലും അത്തരം ഒരു ഫലം ഉണ്ടാകുന്ന ഒരു താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ആ ഉപതെരഞ്ഞെടുപ്പ് അത് പ്രതിഫലിക്കുന്നതാണ്. ശരി, നന്ദി ശ്രീജിത്ത്. കൊണ്ടോട്ടിയിൽ നിന്നും നഹാസ് എന്ന പ്രശ്നത്തിലേക്ക് പോകാം. നഹാസ്, എങ്ങനെയാണ് ഈ ഫലത്തെ കാണുന്നത്? പ്രത്യേകിച്ചും നേട്ടം LDFിനാണ്, UDFിന് സീറ്റുകൾ കുറയുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും അത് ഈ കേരളത്തിന്റെ ഒരു പൊതുവിലുള്ളൊരു ട്രെൻഡ് ഇപ്പൊ അങ്ങനെയാണ് കാണിക്കുന്നത്. കാരണം അവർക്ക് ഉപകാരം കിട്ടുന്ന, അവരെ മുന്നോട്ട് നയിക്കുന്ന, അവരുടെ ജീവിത നിലവാരം ഒരു തരത്തിൽ നിന്നും മറ്റൊരു തരത്തിലേക്ക് ഉയർത്തുന്ന ഒരു ഭരണ സംവിധാനത്തിന് പിന്തുണ കൊടുക്കുക എന്നുള്ളത് കേരളം എല്ലാ കാലത്തും കാണിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ബോധ്യമാണ്. ആ രാഷ്ട്രീയ ബോധത്തിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടുള്ളത്. അതിന്റെ ഒരു പ്രകടമായ ഉദാഹരണമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരിടന്ന് 2 മിനിറ്റ് ഇരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ പ്രതിപക്ഷം മാത്രമല്ല ഇവർക്ക് LDFിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും എല്ലാ കാലത്തും ഒരു പക്ഷത്തിനെതിരെ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഇടതുപക്ഷ വിരുദ്ധത കാത്തുസൂക്ഷിക്കുകയും അങ്ങനെ ജനങ്ങളെ മുഴുവൻ ആശങ്കയിലാക്കാൻ ശ്രമിക്കുമ്പോഴും ജനങ്ങൾ അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തെ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾ നോക്കൂ, കോൺഗ്രസ് വളരെയധികം സഹായിച്ചിട്ടും കേരളത്തിൽ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ നേട്ടമായി തന്നെ നമ്മൾ കാണണം. കോൺഗ്രസ് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വളമായി കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് BJPക്ക് സഹായകമാകാൻ കഴിയുന്നില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്ന് അവരുടെ വോട്ടുകൾ അവരിലേക്ക് തന്നെ ചെയ്യിക്കാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക് കോൺഗ്രസ് മാറി ചിന്തിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത് നന്ദി നഹാസ് പ്രതികരണത്തിന്. കൊല്ലത്ത് നിന്ന് വിൻസെന്റ് എന്ന പ്രേക്ഷകൻ ചേരുന്നുണ്ട്. വിൻസെന്റ്, സ്വാഗതം. വിൻസെന്റ്, ഇവിടെ ഇപ്പോൾ ഏവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ് ഈ തൃക്കാക്കരയുടെ ഫലം എന്താകും എന്നുള്ളത്. കാരണം അത്രയ്ക്ക് ചൂടേറിയ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്, പ്രചരണമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതെല്ലാം
എന്ത് ഫലം നൽകും എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ് അത് കാണാൻ വേണ്ടി, അതറിയാൻ വേണ്ടി. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഫലം പുറത്തു വന്നിരിക്കുന്നത്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ നഗരസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഫലമുണ്ട്. ഗാന്ധിനഗർ വാർഡിൽ നടന്ന ഫലമുണ്ട്. അവിടെ LDFന് നഷ്ടമുണ്ടാകുകയും അതുപോലെ തന്നെ ഗാന്ധിനഗറിൽ സീറ്റ് നിലനിർത്തുകയും ചെയ്തു. അപ്പോൾ എറണാകുളത്ത് വന്നിരിക്കുന്ന ആ ഒരു ഫലം ഇത്തരത്തിലാണ്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിൽ തൃക്കാക്കരയെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? ഈ മൊത്തത്തിലുള്ള ഈ ഫലത്തെ ഏത് തരത്തിൽ കാണുന്നു? സാറേ, ഈ BJPക്ക് കിട്ടിയിരിക്കുന്ന 6 സീറ്റാണ്. അതിന്റെ ഇരട്ടിയാണ് UDFന് കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഇരട്ടിയാണ് LDFന് കിട്ടിയിരിക്കുന്നത്. അപ്പോ ഇത് നമ്മുടെ കേരളത്തിലെ ഒരു സ്ട്രെങ്ത് ഇപ്പം സാറിന് മനസ്സിലായി കാണുമല്ലോ. ഇനി പണ്ടത്തെ മുമ്പ് 19 കല്ലായിട്ടിരുന്നെങ്കിൽ CPMന് ഇപ്പൊ 24 കല്ലൂടി ഇടാൻ വേണ്ടിയാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. കേരളയിലെ കല്ലിട്ടോളാനാണ് ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ തൃക്കാക്കരയുടെ ജയിച്ചു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി ചെന്നിത്തലയും ചിലപ്പോൾ പെൻഷൻ വാങ്ങിച്ച് വീട്ടിലിരിക്കേണ്ടി വരും. അപ്പം കോൺഗ്രസ്സുകാർ തന്നെ കെ സുധാകരനെ എടുത്ത് എറിയുന്ന ലക്ഷണമാണ് കാണുന്നത്. ഇൻ കേസ് തൃക്കാക്കര തോറ്റു കഴിഞ്ഞാൽ സുധാകരന്റെ കാര്യം സ്വാഹ. ശരി, നന്ദി വിൻസെന്റ് പ്രതികരണത്തിന്. ചക്കുളത്ത് കാവുന്നിൽ നിന്നും ബിജു ഈ ഫലത്തെ ഏത് തരത്തിൽ കാണുന്നു? എന്തെങ്കിലും സൂചന ഈ ഫലങ്ങൾ നൽകുന്നുണ്ടോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? നമസ്കാരം സാറേ. പറഞ്ഞോളൂ. ഈ ഫലത്തെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു കാരണവശാലും ഇതൊരു LDFന്റെ വിജയമായിട്ട് കാണാൻ സാധിക്കത്തില്ല. കാരണം LDFന്റെ കയ്യിലുണ്ടായിരുന്ന 2 സീറ്റ് BJP കരസ്ഥമാക്കി. അപ്പൊ ജനങ്ങൾ മാറി ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണത്. രണ്ടാമത്തെ കാര്യം, ഈ എറണാകുളം ജില്ലയിലെ അല്ല, അത് ആ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്ന് ഇടപെട്ട് ചോദിക്കുകയാണ്. അവിടെ ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടന്നുവെന്നാണ് CPM ആരോപിക്കുന്നത്. അത് കാലാകാലങ്ങളിൽ എപ്പോഴും അഡ്ജസ്റ്റ്മെന്റിനെ പറ്റിയിട്ട് ഇപ്പൊ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമല്ലോ. ഇപ്പൊ റോട്ട് നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കിന് അവരതേപ്പറ്റി ചിന്തിക്കാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അവരുടെ വോട്ട് വിറ്റ്, ഈ വോട്ട് വിൽക്കുന്നത് എങ്ങനെയാ സാറേ? വോട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന വോട്ട് എങ്ങനെയാ അത് വിൽക്കാൻ സാധിക്കുക? അത് കേരളത്തിൽ പറഞ്ഞു പഴകിയ ഒരു വാക്കുകളാണ്. അതിനെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ശരി, ഓക്കെ, നന്ദി ശ്രീ ബിജു പ്രതികരിച്ചതിന്. കണ്ണൂരിൽ നിന്നും ധനേഷ്, ഇവിടെ ഇപ്പോൾ വലിയ തോതിലുള്ള ആഹ്ലാദം ഈ ഫലത്തിൽ LDF പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നൊരു സാഹചര്യം, നിരവധി രാഷ്ട്രീയ വിഷയങ്ങൾ, പ്രത്യേകിച്ചും സിൽവർ ലൈൻ അടക്കമുള്ള വിഷയങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു സാഹചര്യം. അപ്പോൾ ആ സാഹചര്യത്തിൽ എല്ലാം നിലനിൽക്കുമ്പോഴാണ് ഈ ഒരു വിജയം നേടിയിരിക്കുന്നത്. അതൊരു വലിയ വിജയം തന്നെയല്ലേ? അത് ചില സൂചനകൾ നൽകുന്നില്ലേ? എന്റെ ബ്രദർ, തദ്ദേശ ഇലക്ഷൻ ആയാലും തൃക്കാക്കര ഇലക്ഷൻ ആയാലും നമ്മളൊക്കെ സാധാരണക്കാര് പോളിംഗ് ബൂത്തിലേക്ക് പോയി ചുണ്ട് വിരൽ ഭാഷയിട്ട് എഴുതി വോട്ട് ചെയ്തിട്ടാണ് വരുന്നത് ആണല്ലോ. അപ്പൊ വോട്ടുകാരനാണെല്ലാം ഒരേ കണ്ടീഷനാണ്. അവിടെ LDF വന്നു മേൽക്കോയി ഉണ്ട്. അത് സതീശനോ സുധാകരനോ ബെന്നി ബേനോ വിചാരിച്ച് നടക്കുന്ന കേസല്ല. പിന്നെ എല്ലാ അരമനയിലും കേഴ് നിറങ്ങുന്നു. ഉമേച്ചക്ക് ഇത്തിരി ആത്മാർത്ഥയുണ്ടെങ്കിൽ പഴയ വീഡിയോ കാണട്ടെ, PT വീഡിയോ കാണിച്ചു കൊടുക്ക്, നിങ്ങളെ ചാനലിന് കാണിച്ചു കൊടുക്ക് പഴയ. ശരി, ഓക്കെ, നന്ദി ധനേഷ് പ്രതികരണത്തിന്. മറ്റൊരു പ്രേക്ഷക തിരുവനന്തപുരത്ത് നിന്ന് തങ്കമണി, സ്വാഗതം. എങ്ങനെയാണ് ഈ ഫലത്തെ കാണുന്നത്? എന്താണ് പ്രതികരണം? ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാറേ. പറഞ്ഞോളൂ, എങ്ങനെയാണ് ഈ ഫലത്തെ കാണുന്നത്? തൃക്കാക്കരയിൽ എന്തായാലും UDF തന്നെ ജയിക്കും സാറേ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. തൃക്കാക്കരയില് UDF തന്നെ, ഉമാ തോമസ് തന്നെ വിജയിക്കും. അതിലൊരു മാറ്റമില്ല. ഇവിടെ ഇങ്ങനെ 1 2 കൂടിയെന്ന് വിചാരിച്ച് തൃക്കാക്കരയിൽ ആരും മാറ്റാനോ വിചാരിക്കില്ല. അപ്പൊ ഈ ഫലവും തൃക്കാക്കരയുമായി കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അവരൊരു പാവസ്ഥയാണ്, അവര് തന്നെ ജയിക്കും അവിടെ. ശരി, ഓക്കെ, നന്ദി പ്രതികരണത്തിന്. മറ്റൊരു പ്രേക്ഷകൻ അനന്തു, എങ്ങനെയാണ് പ്രത്യേകിച്ചും ഈ ഫലത്തെ കാണുന്നത്? ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിലാണ് ഈ ഒരു വിജയം LDF നേടിയിരിക്കുന്നത്. കാരണം നിരവധി വിഷയങ്ങളുണ്ട്. ചില ഈ കേരളയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ എല്ലാം നിലനിൽക്കുകയാണ് ഈ ഒരു വിജയം സ്വന്തമാക്കിയിരിക്കുന്നതും.
അത് ഏതിൻ്റെങ്കിലും ഒരു ചൂണ്ടുപലകയാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നില്ല. പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും നമ്മൾ രണ്ട് രണ്ടായിട്ടാണ് ചിന്തിക്കേണ്ടത്. പഞ്ചായത്ത് ഇലക്ഷന് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് വിധി തീരുമാനിക്കുന്നത്. പക്ഷെ നിയമസഭയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തികളെ ആശ്രയമാക്കിയിട്ടാണ് അവർ വോട്ട് ചെയ്യണത്. അപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷനെ ആസ്പദമാക്കിയിട്ട് ഒരിക്കലും നമുക്ക് തീരുമാനമെടുക്കാൻ കഴിയില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഈ 20 സീറ്റ് 24 സീറ്റാക്കി ഇതിൽ വലിയ അത്ഭുതം പറയാനൊന്നുമില്ല. പിന്നെ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യക്തികളൊക്കെ കുറെ ആധാരമായിട്ടായിരിക്കും വോട്ട് ചെയ്യുക. പക്ഷെ നിയോജക മണ്ഡലങ്ങളിലെ ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ അവർ ഭാവിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അതൊക്കെ ജനങ്ങൾ ശ്രദ്ധിക്കും. അപ്പൊ അതിനെ ആസ്പദമാക്കിയിട്ട് വോട്ട് വരാം. പിന്നെ സഹതാപ വോട്ടൊക്കെ ഉണ്ടാവും ഇതില് പ്രതിപാദിക്കും. ശരി, ഓക്കെ, നന്ദി ആനന്ദോ പ്രതികരണത്തിന്. എന്തായാലും മറ്റു പ്രേക്ഷകരിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദി തുടരുന്നു. കുമാർ പാലക്കാട് നിന്ന് ചേരുന്നു. കുമാർ, ഇവിടെ ഈ ഫലം പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് ഇത് ജനപിന്തുണ കൂടുന്നു എന്നുള്ള ഒരു തെളിവാണ് എന്നുള്ളതാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? പാലക്കാട് നിന്ന് സുകുമാർ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ സുകുമാർ, കേൾക്കാമോ? കേട്ടില്ല. എങ്ങനെ ഈ ഫലത്തെ ഏത് തരത്തിൽ കാണുന്നു? അതായത് ജനപിന്തുണ വർദ്ധിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. തീർച്ചയായിട്ടും പിന്തുണ വർദ്ധിക്കുകയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ ഈ 2 സീറ്റ് അവർക്ക് പാർട്ടിയിൽ കിട്ടിയെന്ന് പറയുന്നത് കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ലേ, അതിലൊന്നും കാര്യമില്ല. BJPക്ക് ഏറ്റവും കൂടുതൽ മുന്നേറ്റം LDF ആണ്. തൃപ്പൂണിത്തുറ 2 സീറ്റ് നഷ്ടമായി. LDF 100 കഴിക്കുന്നുള്ളത് ശരി, നന്ദി ശ്രീ സുകുമാരൻ പ്രതികരിച്ചതിന്. സുരേഷ് പിറവത്തുന്ന സുരേഷ്, എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഏത് തരത്തിൽ വിലയിരുത്തുന്നു, അതെന്ത് സൂചന നൽകുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഹലോ സാറേ, നമ്മൾ പ്രളയകാലത്തും കോവിഡ് കാലത്തും LDF സർക്കാർ ചെയ്ത ഓരോ പ്രവൃത്തി വെച്ച് നോക്കുമ്പോൾ LDF ഇനിയും മുന്നേറുമെന്നാണ് ഞാൻ പറയുന്നത്. UDF തലപ്പത്ത് പുതിയ നേതാക്കന്മാർ വന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇത് ചെയ്തുകൊണ്ടോ ഒന്നും ഒരു കാര്യമല്ല സാറേ. LDF ഇനിയും മുന്നേറും. തൃക്കാക്കരയിൽ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. LDF വൻ മുന്നേറ്റം ഉണ്ടാവും. ചില പ്രേക്ഷകർ ഇതിനിടയിൽ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. രണ്ടിന്റെയും അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളടക്കം സാധാരണക്കാരന്റെ പൊതു വികാരമാണ് ഇപ്പൊ എല്ലാരും കണ്ടുകൊണ്ടിരിക്കുന്നത്, സാധാരണ ജനങ്ങളുടെ. അപ്പൊ LDF ഇനിയും മുന്നേറണം. തീർച്ചയായും. നന്ദി ശ്രീ സുരേഷ് പ്രതികരണത്തിന്. തിരുവനന്തപുരത്ത് നിന്ന് ദീപു ചേർന്നു. ദീപു, വലിയൊരു മുന്നേറ്റത്തിലേക്ക് പോകുന്നതിന്റെ സൂചന അങ്ങനെ തന്നെയാണോ താങ്കൾ കാണുന്നത്? അതല്ലേ കാണേണ്ടത്. കാരണം എന്താ വെച്ചാല് ഇവിടെ നമ്മള് മാധ്യമങ്ങള് ചില കാര്യങ്ങൾ തീരുമാനിക്കുന്നു, പ്രതിപക്ഷം പറയുന്നു, മാധ്യമങ്ങൾ പറയുന്നു. അപ്പം അവര് തീരുമാനിക്കുന്നതും അവർ പറയുന്നതല്ല ജനങ്ങൾ കേൾക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത്. എന്തൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ പോലും, മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ അത് ജനങ്ങളുടെ കയ്യിൽ വരുന്നില്ല. ഇതിനകത്ത് 2 കാര്യം. ഒന്ന്, മുഴുപ്പിലങ്ങാട് വിജയം. മുഴുപ്പിലങ്ങാട് എന്തെല്ലാമാണ് ഈ ഇപ്പൊ കേരളയുമായി ബന്ധപ്പെട്ട് കാണിച്ചത്. അയ്യോ അവിടെ അടി, ഇവിടെ അടി, മറ്റടുത്തടി എന്നൊക്കെ പറഞ്ഞ ബഹളം. മുഴുപ്പിലങ്ങാട് ജയിച്ചിരിക്കുന്നു എന്ന് മുഴുപ്പിലങ്ങാട്. ഇനി അതാണ് പറയാൻ വരുന്നത്. തൃപ്പൂണിത്തുറയിലെ 2 സീറ്റ് BJP പിടിച്ചിരിക്കുന്നു. ഇവിടെയാണ് സഖാവ് സ്വരാജിന്റെ പരാജയത്തിനെ പറ്റി നമ്മൾ വിലയിരുത്തേണ്ടത്. അന്ന് തൊട്ട് നമ്മൾ പറയുന്നതാണ് ഈ BJPയും ബാറു ബാബുവായിട്ടുള്ള പ്രശ്നം. അവര് തമ്മിലുള്ള അന്തർധാര എത്ര സജീവമാണെന്ന് നോക്കൂ. ബാറു ബാബു ജയിച്ചു, പക്ഷെ BJP ഇവിടെ നിൽക്കുന്നു. ഇതാണ് ഇവരുടെ ആ കള്ളക്കളി. ഈ 70 വോട്ടാണ് കോൺഗ്രസിനുള്ളത്. 70 വോട്ട്. ബാക്കിയൊക്കെ എവിടെ പോയി? ബാറു ബാബുവിന് അത്ര കാര്യങ്ങളാണുള്ളത്. ബാറു ബാബു ജയിച്ചു പോയത് ഈ BJPയുടെ വോട്ട് കൊണ്ടാണെന്നും BJP സ്ഥാനാർത്ഥി തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള BJPയുമായിട്ടുള്ള അന്തർധാര നടത്തുന്ന ഇത്തരം ബാറു ബാബുമാര് ഉള്ളിടത്തോളം കാലം കോൺഗ്രസിനെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? തൃക്കാക്കരക്കാര് നോക്കേണ്ടതാണ്.
വിലയിരുത്തേണ്ടതാണ്. ഇത്തരം BJP ആയിട്ട് അന്തർധാര നടത്തുന്ന ഇത്തരം കോൺഗ്രസ്സുകാരെ എങ്ങനെയാണ് ചവിട്ടി പുറത്താക്കേണ്ടത്? ദീപു, ഈ കല്ലിടലൊന്നും നിർത്തേണ്ടിയിരുന്നില്ല. കല്ലിടൽ ആര് നിർത്തി എന്ന് പറഞ്ഞു? ഞാൻ കഴിഞ്ഞ നമ്മുടെ ഈ ഒരു പൊതുവേദിയിലും പറഞ്ഞു കല്ലിടൽ നിർത്തിയില്ലല്ലോ. കല്ലിടൽ എവിടെയെല്ലാം നമുക്ക് കല്ലിടാൻ പറ്റുമോ അവിടെ കല്ലിടുകയും എന്നാലും ആ വലിയൊരു തീരുമാനത്തിൽ നിന്ന് ചെറുതോട്ടൊന്ന് പുറകോട്ട് പോയില്ലേ? എന്തൊരു സന്തോഷമാണല്ലേ. അപ്പൊ അതിനകത്ത് പെർമനന്റ് മാർക്കിങ്സും സ്ട്രക്ചേഴ്സിൽ മാർക്കിങ് ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്. എന്താണ് നമ്മൾ മാർക്കിംഗ് അല്ലേ? കല്ലിട്ട് അതിന്റെ കല്ലിന്റെ വെളുത്തുകൊണ്ടാണോ കേരളയിൽ ഓടുന്നത്? കല്ലിടൽ വെറും മാർക്കിംഗ് മാത്രമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വിഷയമാണ്. ദീപ് അത് കൃത്യമായി പറയുകയും ചെയ്തു. നമുക്ക് ഇപ്പോൾ ഈ തൃക്കാക്കരയിൽ ഇതൊരു സൂചനയായി മാറും എന്ന് ദീപ് എന്താണ് സംശയം? കാരണം ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഞാൻ പറഞ്ഞു പൊതുജനങ്ങൾ എന്ന നിലയിൽ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മാധ്യമങ്ങൾ ഈ നടത്തുന്ന ഈ ഒരു കള്ളപ്രചാരണം, ഇപ്പൊ ഇതായി കല്ലിടലിന്റെ എന്നുള്ള രീതിക്ക് അതൊന്നും ജനങ്ങൾ കാണുന്നില്ലെന്നേ, അതൊന്നും കേൾക്കുന്നില്ല. അതാണ് കാണേണ്ടത്. ശരി, ഓക്കെ, നന്ദി ദീപു പ്രതികരണത്തിന്. കാസർഗോഡ് നിന്ന് ഗൗതം താങ്കൾക്ക് പറയാം. ഉറപ്പായിട്ട് LDF ജയിക്കും. ഉറപ്പാണ് LDF. അതിന്റെ സൂചനയാണ് ഈ കണ്ടത് അല്ലേ? അതെ, അതിന്റെ സൂചനയാണ്. ശരി, നന്ദി ശ്രീ ഗൗതം. താമരക്കുളത്ത് നിന്ന് അജിക്ക് എന്താണ് ഷാജി എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണെങ്കിൽ പോലും ഒരിക്കലും കോൺഗ്രസ് ഇന്ത്യയിൽ നശിക്കരുതെന്ന് കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ഇപ്പൊ ഈ കോൺഗ്രസ് ചെയ്യുന്നത് മകൻ മരിച്ചാലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്നതാണ്. പിന്നെ കോൺഗ്രസ് തോറ്റാലും വേണ്ടിയില്ല, മറ്റേ BJPക്ക് വോട്ട് ചെയ്ത് CPM തോപ്പിക്കുക എന്നുള്ളത് ഒരിക്കലും അപകടകരമായ പോക്കിലേക്കാണ് ഈ നാട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഒരിക്കലും അങ്ങനെ വിചാരിക്കാൻ പാടില്ല. രണ്ടാമത്, ഈ ഇടതുപക്ഷം ജനങ്ങളെ ചേർത്ത് പിടിച്ച മഹാമാരി സമയത്ത് ചേർത്ത് പിടിച്ചത് ജനങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. തന്നെയല്ല, പിണറായി വിജയന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് ഉള്ള പൂർണ്ണ പിന്തുണയാണ് ഇപ്പൊ ഈ കാണുന്നതും ഇത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ പോകുന്നതും. പിന്നെ കോൺഗ്രസിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പഴയ വീഞ്ഞെടുത്ത് പുതിയ കുപ്പിയിൽ ഇട്ടിരിക്കുകയാണ്. കാരണം ഈ K. സുധാകരന്റെ പോലെയുള്ളവരുടെ മനോഭാവവും ശാരീരിക ഇതും മാറാതെ ഈ കോൺഗ്രസ് രക്ഷപ്പെടത്തില്ല. കോൺഗ്രസ് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം BJPക്കുള്ള തണലും വളവും ഇട്ടുകൊടുക്കുന്ന പണിയാണ് കോൺഗ്രസ് ചെയ്യുന്നത്. കോൺഗ്രസ് ഇത് അവസാനിപ്പിച്ച് നേരിന്റെ നല്ല നിലയിലേക്ക് പോയില്ലെങ്കിൽ ഈ നാട് നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി ഷാജി പ്രതികരണത്തിന്. കണ്ണൂരിൽ നിന്നും ഉസ്മാൻ എന്ന പ്രശ്നം ചേരുന്നു. ഉസ്മാൻ, ഇവിടെ CPM ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ചിലയിടങ്ങളിൽ, അത് ഇപ്പോൾ തൃപ്പൂണിത്തുറ അടക്കമുള്ള സ്ഥലങ്ങളിലുണ്ടായ ഫലത്തെ ചൂണ്ടിക്കാട്ടിയാണ് ആ ഒരു വിലയിരുത്തൽ വന്നത്. ഇവിടെ BJPയും കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ട്, അത്തരം കൂട്ടുകെട്ടിലൂടെയാണ് അവിടെ വിജയിക്കുന്നത് എന്ന വിമർശനം CPM മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു വിജയം ആണ് ചില ഭാഗങ്ങളിലും നേടിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടോ? ഈ ഫലത്തെക്കുറിച്ച് താങ്കൾ ഏത് തരത്തിലാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത്? അത് ഈ തൃപ്പൂണിത്തറയിലെ അഡ്ജസ്റ്റ് ഇപ്പം അവിടെ നടക്കുകയാണെങ്കിൽ കോൺഗ്രസിന് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പം BJPയും കോൺഗ്രസും ഉള്ളത്. ഇപ്പൊ പകല് കോൺഗ്രസും രാത്രി BJP ആണ്. അപ്പോ തൃക്കാക്കരയില് LDF ജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോ ജനങ്ങൾ ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒന്നാമത് കോൺഗ്രസ് നേതാക്കന്മാരുടെ നാവ് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് ഇപ്പം കുറച്ച് കാലത്ത് തീരെ മോശമാണ്. സംസാരിക്കാൻ അറിഞ്ഞൂടാ, ജനങ്ങളോട് പെരുമാറാൻ അറിഞ്ഞൂടാ, ഒരു വല്ലാത്തൊരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ കോൺഗ്രസ് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ജയിക്കും. ശരി, ഓക്കെ, നന്ദി ഉസ്മാൻ പ്രതികരണത്തിന്. മറ്റൊരു പ്രേക്ഷകൻ തൃപ്രയാറിൽ നിന്ന് ഭാസ്കരൻ എന്ന പ്രേക്ഷകനാണ്. ശ്രീ ഭാസ്കരൻ, താങ്കൾ ഈ വിഷയത്തെ ഏത് തരത്തിൽ കാണുന്നു? ഈ ഫലത്തെ ഏത് തരത്തിൽ കാണുന്നു? ഇതെന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? ഇത് വളരെയധികം സൂചന നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ്. ഇപ്പൊ ഇവിടെ പറയുന്ന തൃപ്പൂണിത്തറ നിയോജക മണ്ഡലം എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റിൽ BJP ജയിച്ചു. അത് കോൺഗ്രസുമായിട്ട് ഒരു ധാരണ ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം കോൺഗ്രസിന് അവിടെ ജയിക്കാൻ പറ്റില്ല. മത്സരം
NDAയും LDFും തമ്മിലാണ്. അപ്പോൾ NDA ജയിച്ചു കഴിഞ്ഞാൽ UDFനും കൂടി ഒരു ആശ്വാസമാണ്. കാരണം പ്രധാന മത്സരം തൃക്കാക്കരയിൽ നടക്കുന്നത് LDFും UDFും തമ്മിലാണ്. UDF അവിടെ ജയിക്കാൻ പോകുന്നില്ല. ഇത് തന്നെ സൂചനയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം തൃക്കാക്കരയില് തൃപ്പൂണിത്തറയിൽ ജയിച്ച 144 വോട്ട് കിട്ടിയ സ്ഥലത്ത് ഇപ്പൊ 70 വോട്ടാണ് UDFന് കിട്ടിയ ഒരു വാർഡില്. 10% പോലും ആയില്ല. ആ വോട്ട് മറിച്ചു കൊടുത്തത് കൊണ്ടാണ് അവിടെ 38 വോട്ടിനും വേറൊരു വാർഡിൽ 16 വോട്ടിനും ജയിച്ചത്. ഇത് ജനങ്ങൾക്ക് നല്ല പോലെ അറിയാം ഇതിന്റെ സൂചന. അപ്പൊ ഒരു എന്താണ് തൃക്കാക്കരയിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശരി, ഓക്കെ, നന്ദി ഭാസ്കരൻ. വ്യക്തമാണ് താങ്കളുടെ വിലയിരുത്തൽ. മറ്റൊരു പ്രേക്ഷകൻ തീരുന്നു, നൌഷാദിനെ പറയാം ഈ ഫലത്തെക്കുറിച്ച് ഏത് തരത്തിലാണ് താങ്കളുടെ ഒരു വിലയിരുത്തലെന്ന്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ പിന്നെ ഇതിനെ വിലയിരുത്തേണ്ടത്, ഒരു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ഷന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും ഉത്തരവാദിത്വപരമായ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതായത് നമ്മൾ ഡി എൻ ശേഷൻ ഇവിടെ ഇരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാവുന്നതാണ്, ഒരു ഉദ്യോഗസ്ഥനെ പോലും സ്ഥലം മാറ്റാൻ പാടില്ല. കാരണം എന്ന് പറയുന്നത്, കഴിഞ്ഞ ഈ പിണറായി വിജയന്റെ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വന്നതിന് ശേഷം എന്ന് പറയുന്നത്, ഇവിടെ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ, ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള ഇലക്ഷൻ ചാർജുള്ള ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റുകയും അവർക്ക് അനുകൂലമായുള്ള ആൾക്കാരെ തിരികെ കയറ്റുകയും മറ്റൊരു വിഷയത്തിലേക്കാണ് താങ്കൾ പോകുന്നതെന്ന് തോന്നുന്നു. എന്തായാലും നന്ദി പ്രതികരിച്ചതിന് നൌഷാദ്. ഉപതെരഞ്ഞെടുപ്പ് ഫലം, തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം, അവിടെ LDF നേട്ടമുണ്ടാക്കിയിരിക്കുന്നു. ആ നേട്ടം എന്ത് സൂചനയാണ് നൽകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.